നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. വളയം യു.പി. സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപനവും 33 വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കെ സജീവ് കുമാറിനുള്ള യാത്രയയപ്പും സംഘടിപ്പിച്ചു. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. കെ സൈനുൽ ആബിദീൻ സഫാരി മുഖ്യാതിഥിയായിരുന്നു. വളയം യു.പി. സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപനവും പ്രീ പ്രൈമറി ഫെസ്റ്റും 33 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കെ സജീവ് കുമാറിനുള്ള യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യാത്രയയപ്പ് സമ്മേളനങ്ങൾ പൊതുവിൽ ഞാൻ പങ്കെടുക്കൽ കുറവാണ്. ഇതൊരു യാത്രയയപ്പ് സമ്മേളനമായിട്ടല്ല ഞാനിവിടെ വന്നത്, ഇതൊരു വരവേൽപ്പ് സമ്മേളനമായിട്ടാണ്. നിങ്ങൾ ഇവിടുന്ന് യാത്രയാക്കുന്ന സജീവ മാഷെ ഞങ്ങൾ കണ്ണൂരുകാർ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുഴുവൻ സമയ പ്രവർത്തകനായി വരവേൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വരവേൽപ്പ് സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തത്. ഇവിടെ തന്നെ പലരും എൻ്റെ യാത്രയപ്പിലൊക്കെ വിളിച്ചിട്ട് സ്പീക്കർ വന്നില്ലല്ലോ, എൻ്റെ സ്പീക്കർ ഇതിന് വരാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മണ്ഡലം ഉൾപ്പെടുന്ന പാനൂരിലെ പ്രസ് ക്ലബ് പ്രസിഡന്റാണ് സജീവ് മാഷ്. നിങ്ങളിവിടുന്ന് അധ്യാപക വൃത്തിയിൽ നിന്ന് അദ്ദേഹത്തെ പറഞ്ഞയക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ ഞങ്ങൾ അദ്ദേഹത്തെ സത്യം വിളിച്ചു പറയാൻ സദാസന്നദ്ധനായ നട്ടലിന് വളവില്ലാത്ത ഒരു മാധ്യമപ്രവർത്തകനെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. പൂർണ്ണമായും ഈ മേഖലയിലേക്ക് അദ്ദേഹം രംഗത്തിറങ്ങണം എന്ന് അഭ്യർത്ഥിക്കാം. കെ വിജിൻ എം.എൽ.എ. ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഒട്ടേറെ ചടങ്ങുകൾ ഇനിയും സംബന്ധിക്കാനുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പുതിയ തലമുറയെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്കാണ് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാതിയുടെയോ പണത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരമൊരുക്കിക്കൊണ്ടാണ് പൊതുവിദ്യാലയങ്ങളെ, ഗവൺമെൻറ് സ്കൂളുകളും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളെയും സജ്ജമാക്കി പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ സൈനുൽ ആബിദീൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഇന്നിപ്പോൾ ടെക്നോളജി യുഗത്തിൽ ടെക്നോളജി വികസിച്ചിങ്ങനെ പോകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും IT-യും മറ്റ് എല്ലാ ശാസ്ത്രലോകവും വികസിച്ചു പോകുന്ന കാലത്തേക്കാളും ഒന്നുമല്ലാത്തൊരു കാലഘട്ടത്തിൽ, വിദ്യാഭ്യാസം എന്തെന്നറിയാത്ത കാലഘട്ടത്തിൽ, സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ സ്കൂൾ സ്ഥാപിച്ച ആ മഹത്തുക്കളെ സ്മരിച്ചു വേണം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. കാരണം അങ്ങനെ അന്നൊരു സ്കൂളുകളൊന്നും ഈ പ്രദേശത്ത് വന്നില്ല എങ്കിൽ നമ്മളൊക്കെ വിദ്യാഭ്യാസ മലബാറിൽ പൊതുവെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ നേരിട്ട ഒരു പ്രദേശമായാണ് കാണുന്നത്. ഇപ്പോഴല്ല, കുറച്ച് മുമ്പ് വരെ. അങ്ങനെ വരുമ്പോൾ ആ മഹത്തുക്കൾ എങ്ങനെ ഇതൊരു കച്ചവടമാണെന്നും അവരും അറിയാതെ, ഇപ്പോൾ എൻ്റെ കണ്ണൂർ ജില്ലയിൽ കോട്ടാൽ ഫാമിലി എന്നൊരു ഫാമിലിയിൽ അവർ 27ഓളം സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു. സ്കൂളിന്റെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ വെച്ച് സ്പീക്കർ നിർവഹിച്ചു. തുടർന്ന് അംഗൻവാടി വർണ്ണോത്സവം വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M.K. അശോകൻ മാസ്റ്റർ, രാജീവൻ പുതിയടത്ത്, സജീവൻ, V.P. ബാലകൃഷ്ണൻ മാസ്റ്റർ, K.N. ദാമോദരൻ, P. ചന്ദ്രൻ മാസ്റ്റർ, K.T. കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, C.H. ശങ്കരൻ മാസ്റ്റർ, T.K. കാതറാജി, P.K. രാധാകൃഷ്ണൻ, E.K. സുനിൽകുമാർ, C. ലിജിബ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന കെ സജീവ് കുമാർ പ്രതിവചനം നടത്തി. ഈ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ ഇങ്ങനെ ഒരു യാത്ര ചടങ്ങ് ലഭിച്ചതിലുള്ള സന്തോഷം ആദ്യമേ പങ്കുവയ്ക്കുന്നു. ആദ്യമേ എൻ്റെ കടപ്പാട് അറിയിക്കട്ടെ.
ഈ വിദ്യാലയത്തിൽ ചേർത്ത നമ്മുടെ ബഹുമാനനായ അദ്ദേഹം ഇന്ന് ഓർമ്മയായി ഗോപാലൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള കടപ്പാട് ആദരപൂർവ്വം ഇവിടെ സമർപ്പിക്കുകയാണ്. വന്ധ്യനായ എൻ്റെ പിതാവ് ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. ആ പാദസ്പർശമേറ്റ മണ്ണിലാണ് 33 വർഷം അധ്യാപകനായി ജോലി ചെയ്തു വിരമിക്കുന്നത്. ചടങ്ങിന് പ്രദീപ് കുമാർ പള്ളിത്തറ നന്ദി പറഞ്ഞു. തുടർന്ന് വയലിൻ ഫ്യൂഷൻ ആൻഡ് മ്യൂസിക് ട്രീറ്റ് നടന്നു. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ചിത്രശില്പ പ്രദർശനവും വർണ്ണോത്സവവും, ദന്തപരിശോധന ക്യാമ്പ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ക്യാമ്പ്, വിരമിച്ച അധ്യാപകരുടെ സംഗമം, PTA മീറ്റ് എന്നിവയും നടത്തിയിരുന്നു. സമഗ്ര ന്യൂസ് തലശ്ശേരി.